ഫേസ് റിവീൽ തെറ്റ്, ഫേക്ക് റിവീൽ ശരി. ഫേസ് റിവീൽ ചെയ്യാൻ പറഞ്ഞ ഫിൽറ്റർ ഇട്ട് പറ്റിക്കുന്നോ? നിനക്ക് ഫേസ് കാണിച്ചാ ഇമേജ് പോകുന്ന പേടിയാണല്ലേ. പാർത്ഥിവന്റെ മുഖം മൂടി മാറ്റിയിട്ട് ലിയോ ആയിട്ട് വാടാ നീ. ഓക്കെ, ഇത്രയും കാലം പാർത്ഥിവനായി ജീവിച്ചു. ഇറ്റ്സ് ടൈം ടു ബിക്കം ലിയോ. ഓക്കെ ഗൈസ്, എനിക്കറിയാം നിങ്ങൾക്ക് ശരിക്കും എൻ്റെ ഫേസ് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണണം നല്ല ആഗ്രഹമുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചാൻസും കൂടി തരാം. ഞാനിവിടെ 3 പേര് എണ്ണും. 0 ആകുമ്പോഴേക്കും ഈ സ്ക്രീനിൻ്റെ ഇവിടെ കാണുന്ന ആ റെഡ് കളർ വട്ടത്തിൽ നിങ്ങൾ തൊടണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1, 0. Oh, you touch my tra-la-la. My ding-ding-dong. ഓക്കെ, നോ മോർ ഫേസ് റിവീൽ ജോക്സ് ചെയ്ത് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഡൈവ് ഇൻ ടു കോണ്ടന്റ്. ആക്ച്വലി ഈ വീഡിയോ ഉണ്ടാക്കാൻ ആദ്യമൊന്നും എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബോറടിച്ച് ഇന്റർനെറ്റിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഹിന്ദി സീരിയലിന്റെ ഒരു എപ്പിസോഡ് കാണുന്നത്. അതിലാണെങ്കിൽ താനോസിന്റെ വകയിലൊരു അമ്മായി വീണ്ടും ഭൂമി നശിപ്പിക്കാൻ നോക്കുന്നു. അതൊന്നുമാര് താനോസ് മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. പക്ഷെ ഞാൻ എന്റെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന അയൺമാന്റെ കൈയാണ് അവിടെ വെട്ടി ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. That is unforgettable. I hereby declare a roast on you all. The second great serial roast begins now. താനോസിന്റെ മൊയെ വേർഷൻ കണ്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. എന്റെ സെക്കൻഡ് ബെസ്റ്റ് സൂപ്പർ ഹീറോ ആയ സ്പൈഡർമാൻ ഇൻ ഹിന്ദി സീരിയൽസ് എന്ന് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. ഗസ് വാട്ട്, അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കിയ സ്പൈഡർമാന്റെ മൊയെ വേർഷൻ കണ്ടു. പീറ്റർ പാർക്കറിനും കൂടി ഇല്ലാത്ത ഒരു സ്പെഷ്യൽ ശക്തി നമ്മുടെ ഈ ഇന്ത്യൻ സ്പൈഡർമാനുണ്ട്. ഈ സ്പൈഡർമാൻ 8 കാലിയായി വലയിലും ജീവിക്കും, തായോളിയായി വീട്ടിലും ജീവിക്കും. വീണ്ടും ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ഹൾക്ക് ഇൻ ഇന്ത്യൻ സീരീൽസ് എന്ന് സെർച്ച് ചെയ്തു. ഗസ് വാട്ട്, ദേ ഫക്ക്ഡ് ഹൾക്ക് ടു. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ഹിന്ദി സീരിയൽസ്, ഡോക്ടർ ഒക്ടേവിയസ്. ഞാൻ ഹിന്ദി സീരിയൽസിനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഹിന്ദി സീരിയൽസ് മാർവലിനെ റോസ്റ്റ് ചെയ്യുന്നു. WWV വേൾഡ് വൈഡ് വൈബ്രേറ്റർ ടൂർണമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ മത്സരം തന്നെ നമ്മുടെ ഇന്ത്യൻ സീരിയലിൽ നിന്ന് വന്നിട്ടുള്ള 2 പോക്കിമോൺ, സ്കോഡൽ വേഴ്സസ് ആർബോ. ആരാണ് ആ പോക്കിമോൺ? ഇത് സ്ക്വാഡൽ അല്ലേ? ഇത് സ്ക്വാഡലാണ്, എന്നാൽ ഇന്ത്യൻ പതിപ്പ്. നമ്മുടെ നാട്ടിലെ സീരിയൽ പോലെ അവിഹിതം, കുടുംബം കലക്കൽ, സ്വത്തിന് വേണ്ടിയിട്ടുള്ള അടി, ഇതൊന്നല്ല അവിടുത്തെ കണ്ടന്റ്. കമ്മോൺ, അത് നോർത്ത് ഇന്ത്യൻ സീരിയലാണ് ഗൈസ്. അവിടെ ലോജിക് കൊണ്ട് ബ്ലോ ജോബ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആണ് ഉള്ളത്. അവിടെ സാധാരണ ഒരു അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള അടിയടക്കം മാജിക് പവേഴ്സ് ഉണ്ടായിരിക്കും. അമ്മായിമ്മയും മരുമോളും സ്റ്റേഡിയത്തിൽ വന്നിരിക്കുകയാണ്. അമ്മായിമ്മ മാജിക്കിനെ ബ്ലോ ജോബ് ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ പ്രേക്ഷകരുടെ ശബ്ദം നിലയ്ക്കുന്നില്ല. പ്രേക്ഷകർ ഇതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വാട്ട് എ വണ്ടർഫുൾ അറ്റാക്ക് ബൈ എ അമ്മായിയമ്മ. വരൂ, നമുക്ക് ഓപ്പോസിറ്റ് പാർട്ടിയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് എ മിറാക്കിൾ, 0 ഡാമേജ്. അമ്മായിയമ്മ ബ്ലോച്ചപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ മരുമോൾ കം ഷോട്ട് അടിച്ചിട്ടുണ്ട്. മരുമോളുടെ വാലിൽ അമ്മായിയമ്മ കുടുങ്ങി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മരുമോളുടെ സ്പിന്നിങ് അറ്റാക്ക്. അമ്മായിയമ്മ പ്ലീസ് ബൗണ്ടറി കിടക്കാതെ സൂക്ഷിക്കുക. അമ്മായിമ്മ വിട്ടുകൊടുക്കുന്നില്ല, മരുമോളും വിട്ടുകൊടുക്കുന്നില്ല. ജനങ്ങൾ സാക്ഷിയാകാൻ പോകുന്നത് സമയം നിലയ്ക്കുന്ന ഒരു പോരാട്ടത്തെയാണ്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ബ്രെയിനിൽ അമ്മായിമ്മയ്ക്ക് അപ്പോഴാണ് ഒരു ഐഡിയ തോന്നുന്നത്. ഐഡിയ ബൈ അമ്മായിയമ്മ. മരുമോളെ ടോക്കൺ ഡോം ആക്കി കളഞ്ഞു. തായോടി. മരുമോളെ ഫോണിൽ കയറ്റി കഴിഞ്ഞാൽ അമ്മായിയമ്മ എങ്ങനെയാണ് മരുമോൾക്ക് ശിക്ഷ കൊടുക്കുന്നത്? ഓപ്ഷൻ എ, വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യും. ഓപ്ഷൻ ബി, മരുമോളുടെ ലീക്ക്ഡ് വീഡിയോ ഉണ്ടാക്കി ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. ഓപ്ഷൻ സി, മരുമോളെ ആപ്പാക്കി മാറ്റി അതിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. ഓപ്ഷൻ ഡി, മരുമോളെ ഫേസ്ബുക്ക് അമ്മമാർക്ക് ഇട്ടോളും. യു ഗൈസ് ആർ ആൾവേസ് റോങ്. എന്തിനാണ് ഗൈസ് എപ്പോഴും ഇങ്ങനെ തെറ്റിക്കുന്നത്? ഇറ്റ്സ് ആൾവേസ് ഓപ്ഷൻ ഇ. ഫോൺ ചാർജ് ചെയ്ത് കറണ്ട് അടിപ്പിച്ച് കൊല്ലും. അങ്ങനെ തന്നെ വേണം.
വരൂ ഗൈസ്, നമുക്ക് കുതിരച്ചാട്ടിനോട് ചോദിക്കാം ഈ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. വേൾഡ് ഓഫ് ഹിന്ദി സീരിയൽ. ഒരു പാവം വിധവ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. പക്ഷെ വിധവയെ കൊല്ലാൻ വേണ്ടി ഒരു പ്രൊഫഷണൽ അസാസിൻ വെളിയിൽ കാത്തിരിക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ മലപ്പുറം കത്തി മുതൽ ഹൈബ്രിഡ് സ്നൈപ്പർ വരെയുണ്ട്. വിധവ നടന്നു വരുമ്പോൾ പ്രൊഫഷണൽ കില്ലർ സ്നൈപ്പർ കൊണ്ട് വിധവയെ നോക്കി ടിഷു. ഞാൻ വിചാരിച്ചു എങ്ങാനും ഇനി അൺഎക്സ്പെക്ടഡ് ആയിട്ട് ബുള്ളറ്റ് വിധവിന്റെ മേലെ കൊണ്ട് വിധവ മരിക്കുമെന്ന്. നോ 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 നോ, ഇറ്റ്സ് ഹിന്ദി സീരിയൽ. പ്രൊഫഷണൽ കില്ലറിന്റെ ജീവിതം മോയി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, അങ്ങനെ പവനായി ശവമായി. ഒരു നോർമൽ കേസ് സിനാരി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. മരുമോൾക്ക് വേലക്കാരിനെ കൊല്ലണം. അതിന് നമ്മുടെ നാട്ടിലുള്ള സീരിയൽ ചേച്ചിമാർ ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ ചോറിൽ വിഷം വെക്കും, അല്ലെങ്കിൽ മയക്കുമരുന്ന് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുണ്ടകളുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് വേലക്കാരിനെ കൊല്ലും. പക്ഷെ കുറച്ചും കൂടി ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ച് വളർന്ന നമ്മുടെ നോർത്ത് ഇന്ത്യൻ മരുമക്കൾ ചെയ്യുന്നത് വേലക്കാരി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ കുറെ സ്മാർട്ട് ഫോൺ വാരിയിടും. നമ്മുടെ മരുമോളുടെ പ്ലാൻ എന്ന് പറയുന്നത് വേലക്കാരി വന്നിട്ട് ചോറ് വന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം തട്ടി മാറ്റുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഫോൺ ഓവർ ഹീറ്റായി പൊട്ടിത്തെറി. ഇങ്ങനെ നമ്മുടെ വേലക്കാരി മരിക്കും. ആൻഡ് നമ്മളെല്ലാവരും പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ആ പ്ലാൻ സക്സസ്ഫുള്ളി വർക്കായി. MI ഫോൺ ക്രൈയിങ് ഇൻ ദി കോർണർ. 10-15,000 ഫോൺ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞിട്ട് MI ഫോണിന് ഒരു ബോംബായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. 16 കൊല്ലം ഒരു ലാബിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഓപ്പൺഹൈമർ ആദ്യമായിട്ട് ബോംബ് കണ്ടുപിടിച്ചത്. ഫോൺ കൊണ്ട് മനുഷ്യന്മാരെ കൊല്ലുന്നത് അവിടെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇൻഫാക്ട് അവിടെ ഫോൺ വെറുതെ വന്ന് മനുഷ്യന്മാരെ കൊന്നിട്ടു. നമ്മുടെ ഹീറോ ഇത് ലവറിന്റെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാല് കഴുകി കൈ റിസീവറിന്റെ മേലെ തട്ടി റിസീവറിന്റെ കേബിൾ വയർ എടുത്ത് ഫാനിൽ കുടുങ്ങി. അങ്ങനെ നമ്മുടെ ഫാനും റിസീവറും കൂടിയിട്ട് നമ്മുടെ ഹീറോനെ കൊല്ലാൻ നോക്കിയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഫാമിലി വന്ന് ഹീറോനെ രക്ഷിക്കാൻ വേണ്ടി ഫാൻ ഓഫ് ആക്കിയിട്ടില്ല, കേബിൾ വയർ വലിച്ചു പൊട്ടിക്കാൻ നോക്കി. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഹീറോ ഡെഡ് ആവാണ് ഗൈസ്. ക്രൈസി ഫാക്ട്സ് അബൌട്ട് ഇന്ത്യൻ സീരിയൽ വേൾഡ്. അവര് ദിവസം രാവിലെ എണിച്ചിട്ട് മോണാലിസിനെ ആയിരിക്കും പൂജ ചെയ്യുക. മോണാലിസയുടെ ബ്ലെസ്സിങ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിൽ ഓരോ ആൾക്കാർക്ക് ഓരോ മൃഗങ്ങളാവാൻ പറ്റും. ചില മരുമക്കൾ പാമ്പായി മാറും, അവരുടെ ഭർത്താവാണെങ്കിൽ കീരിയായി മാറും. ചില ആളുകൾ പരുന്തായി മാറും, ചില ആളുകൾ നീർനായി മാറും. അത് മത്സ്യകന്യയുടെ മൈര. വ്യത്യാസമൊന്നും ഇല്ലല്ലോ. എട്ടുകാലി, കുരങ്ങൻ, കാള. അമ്മ പല്ലിയമ്മ അതൊന്നും ചെയ്യില്ല മോനെ, നീ വീഡിയോ ഉണ്ടാക്കിക്കോ. ഒരു മൃഗശാല തന്നെ ഇവരുടെ വീട്ടിലുണ്ട്. ആൻഡ് ഇവരുടെ കഥയിലെ വില്ലന്മാരുടെ കോമൺ എനിമി എന്ന് പറയുന്നത് ചന്ദ്രനാണ്. വില്ലന്മാര് ചന്ദ്രനെ നശിപ്പിക്കാൻ നോക്കുന്നതിന്റെ നമ്മുടെ വന്യജീവികളായ ഹീറോസ് അതിനെ രക്ഷിക്കാൻ നോക്കും. ചന്ദ്രനിലേക്ക് എങ്ങനെ പോകുന്നത് ചോട്ടി ബച്ചിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും റോക്കറ്റിലാണെന്ന്. ബട്ട് ദ ഹിന്ദി സീരിയൽ ഡയറക്ടേഴ്സ് ഫക്ക് നാസ വെള്ളക്കുണ്ടീസ് ആൻഡ് ന്യൂട്ടന്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് അവർ പോകും. കാറിൽ, തോണിയിൽ, സ്കൂട്ടറിൽ, RC200. അവർ മോണാലിസ അല്ലാതെ ദൈവമായി കാണുന്ന വേറെ ഒരേ ഒരു സാധനമുള്ളൂ, പാമ്പ്. നമ്മുടെ വീട്ടിൽ പാമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും അതിന്റെ കടി കൊള്ളാണ്ട് അടിച്ചോട്ടിക്കാനാണ് നോക്കുക. പക്ഷെ ഇവരുടെ വീട്ടിൽ പാമ്പ് വന്ന് പറഞ്ഞാൽ ഇവർ 2 കൈ നീട്ടി അതിനേന്ന് കടി വാങ്ങും. ഇവർക്ക് ഹ്യൂമൻ ഇവല്യൂഷൻ സംഭവിച്ച് ഇപ്പോഴൊക്കെ ഇവർക്ക് കുട്ടികളുണ്ടാക്കാൻ ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ആവശ്യമില്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ മണ്ണിന്ന് മുളപ്പിച്ചെടുക്കുക നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഭാഗ്യത്തിന് ഇവർ ഏലിയൻസുമായിട്ടൊന്നും കൊളാബ് ചെയ്തിട്ടില്ല. അത് പിന്നെ ബ്രൂട്ടോ. ഭാഗ്യത്തിന് ഇവര് ഏലിയൻസിന്റെ കുടുംബ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. അതും അറ്റ്ലീസ്റ്റ് അവർ ഏലിയൻസും മനുഷ്യരും തമ്മിൽ അഭിഹിതത്തിൽ ഒരു കുട്ടി ഉണ്ടായെന്നൊന്നും കാണിക്കുന്നില്ലല്ലോ. അത് പിന്നെ നോ വെയിറ്റ്. ഇവർ സെയിൽസിനോട് ചെയ്യുന്ന ഈ ബ്ലോ ജോബ് ഒരിക്കലും സ്റ്റോപ്പ് ആകാൻ പോകുന്നില്ല. ഞാൻ ഇവരിനെ ചെയ്യുന്നതും ഒരിക്കലും സ്റ്റോപ്പ് ആകാൻ പോകുന്നില്ല. പക്ഷേ ഇന്നത്തേക്ക് ഇത്ര മതി ഗൈസ്. ഐ ആം ബേൺഔട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റാണ് 20K. ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരിക്കലും ലൈക്ക് അടിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഡിയർ സബ്സ്ക്രൈബേഴ്സ്, മൈ ടൈം ഹാസ് കം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവൻ ഗേ. അപ്പൊ അടുത്ത മാസം കാണാം. ശരി, ഇനി എപ്പോ വരുന്നെങ്കിൽ പറഞ്ഞിട്ട് പോ.
അത് കാലം തീരുമാനിക്കും. എനിക്ക് അനിമൽ പ്ലാനറ്റ് കാണാൻ സമയമായി. ബൈ. കോബ്ര ലീക്ക്ഡ് വീഡിയോ ഓൺ അനിമൽ പ്ലാനറ്റ്. കോബ്ര കോബ്ര അമ്മടി കോബ്ര കോബ്ര കമ്മോൺ.